ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിജയത്തെക്കുറിച്ചുള്ള സക്സസിനെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന പ്രശസ്തനായ അമേരിക്കൻ കവിയാണ് ഇതെഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീനാം ലൊപ്പയുടെ ദ ടോയ്ലറ്റ് എന്ന കഥ പഠിച്ചപ്പോൾ സ്വപ്നം കാണുകയും അത് നേടാനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു, അല്ലേ? അതുപോലെ വിജയത്തിലേക്ക് എളുപ്പവഴികളില്ലെന്നും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് വിജയത്തിനാവശ്യമെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കവിത. വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു കവിതയാണിത്. നമുക്ക് തുടങ്ങാം. റെഡി? കവിതയുടെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് ചിറകുകളില്ല, അതുകൊണ്ട് നമുക്ക് ഉയർന്നു പറക്കാൻ കഴിയില്ല. നമ്മൾ പക്ഷികളല്ലല്ലോ, അല്ലേ? ശരിക്കും കവി ഇവിടെ അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല സംസാരിക്കുന്നത്. ജീവിതത്തിൽ വിജയമെന്നത് ഒരു ചിറകു വിരിച്ച് പറന്നുയരുന്നതുപോലെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാജിക് പോലെ നമുക്ക് പെട്ടെന്ന് വിജയത്തിലെത്താൻ കഴിയില്ല. സോർ എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ ആയാസമില്ലാതെ പറക്കുക എന്നാണ്. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയല്ല. അപ്പം നമുക്ക് ചിറകുകളില്ലെങ്കിൽ പിന്നെന്താണുള്ളത്? അടുത്ത വരി നോക്കൂ: ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. നമുക്ക് പറക്കാൻ ചിറകുകളില്ലായിരിക്കാം, പക്ഷെ നമുക്ക് കയറാൻ കാലുകളുണ്ട്, സ്കെയിൽ ചെയ്യാനും ക്ലൈംബ് ചെയ്യാനും. അതായത് പർവ്വതങ്ങൾ കയറുന്നതുപോലെ ഓരോ ചുവടും വെച്ച് നമുക്ക് ഉയരങ്ങളിലേക്ക് കയറാൻ സാധിക്കും. ഇവിടെ ഫീറ്റ് അഥവാ കാലുകൾ എന്നത് നമ്മുടെ കഠിനാധ്വാനത്തെയും പ്രയത്നത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം എന്താണ്? പതുക്കെ പതുക്കെ ഓരോ ചുവടും വെച്ച് കയറിപ്പോകുക. അതെങ്ങനെയാണ് കയറേണ്ടത്? അടുത്ത വരിയിൽ പറയുന്നു: ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ. പതുക്കെ പതുക്കെ, കുറേശ്ശെ കുറേശ്ശെയായി. ബൈ സ്ലോ ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ദിവസം കൊണ്ട് ഒരു വലിയ മലയുടെ മുകളിൽ എത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ എല്ലാ ദിവസവും കുറച്ചു ദൂരം കയറിയാൽ എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് മുകളിലെത്താൻ സാധിക്കും. ബൈ മോർ ആൻഡ് മോർ എന്ന് പറഞ്ഞാലോ? കൂടുതൽ കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട്. ഓരോ ചൂട് വയ്ക്കുമ്പോഴും നമ്മൾ കുറച്ചുകൂടി ഉയരത്തിലെത്തുന്നു. അപ്പോൾ വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലമാണ് വിജയം. നമ്മൾ എങ്ങോട്ടാണ് ഈ കയറുന്നത്? ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ കാലഘട്ടത്തിലെ ക്ലൗഡി സമ്മിറ്റ്സിലേക്ക്. സമ്മിറ്റ്സ് എന്ന് പറഞ്ഞാലോ? കൊടുമുടികൾ. ക്ലൗഡി എന്ന് പറഞ്ഞാലോ? മേഘം മൂടിയ. അപ്പോൾ മേഘം മൂടിയ കൊടുമുടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണത് ക്ലൗഡി ആയിരിക്കുന്നത്? കാരണം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എപ്പോഴും വ്യക്തമായിരിക്കില്ല. ഒരുപാട് സംശയങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാം. മേഘങ്ങൾക്കിടയിലൂടെ വഴി കണ്ടുപിടിച്ചു പോകുന്നതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ടു പോകണം. അതാണ് ആദ്യത്തെ സ്റ്റാൻസയുടെ അർത്ഥം. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. ഇവിടെ കവി വളരെ മനോഹരമായൊരു ഉദാഹരണമാണ് തരുന്നത്. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയർസ്. ഈജിപ്തിലെ പിരമിഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫോട്ടോയിലെങ്കിലും. ഭയങ്കര വലിപ്പമുള്ള കല്ലുകൊണ്ടുള്ള നിർമ്മിതികളാണവ, അല്ലേ? മൈറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിപ്പമുള്ള, ശക്തമായ എന്നൊക്കെയാണ് അർത്ഥം. ദൂരെ നിന്ന് നോക്കുമ്പോൾ അവ മരുഭൂമിയിലെ വായുവിനെ കീറിമുറിച്ചുകൊണ്ട് നിൽക്കുന്ന വലിയ വെഡ്ജ് പോലെ തോന്നും. വെഡ്ജ് എന്ന് പറഞ്ഞാൽ മരം വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ആപ്പ്. അതായത് അത്രയ്ക്ക് കൂർത്ത ഭീമാകാരമായ ഒരു രൂപം. അങ്ങനെയുള്ള പിരമിഡുകളെ കാണുമ്പോൾ നമുക്ക് എന്തു തോന്നും? ഇതെങ്ങനെങ്കിലും കയറാൻ പറ്റുമോ? അസാധ്യമാണെന്ന് തോന്നും, അല്ലേ? പക്ഷെ അടുത്ത വരികൾ നോക്കൂ: വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നൂൺ ആർ ബട്ട് ജൈഗാന്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റേഴ്സ്. നമ്മളതിൻ്റെ അടുത്തേക്ക് പോയി അതിനെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്കെന്ത് കാണാൻ കഴിയും? അത് വെറും ജൈഗാന്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റേഴ്സ് ആണെന്ന്. അതായത് ഭീമാകാരമായ പടവുകൾ. ഓരോ വലിയ കല്ലുകളും ഓരോ പടികൾ പോലെയാണ്. അപ്പോൾ ദൂരെ നിന്ന് അസാധ്യമെന്ന് തോന്നിയ ആ വലിയ പിരമിഡ് അടുത്തു വന്നപ്പോൾ കയറാൻ കഴിയുന്ന പടവുകൾ മാത്രമായി മാറി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളും ലക്ഷ്യങ്ങളും ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കും. പക്ഷെ നമ്മൾ അതിനെ ധൈര്യത്തോടെ സമീപിച്ച് അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചാൽ അത് ഓരോന്നായി ചെയ്തു തീർക്കാൻ കഴിയുന്ന പടവുകൾ പോലെ എളുപ്പമാകും. എന്തൊരു നല്ല ആശയമാണിതല്ലേ? ഇനി അടുത്ത ഉദാഹരണം നോക്കാം. ദ ഡിസ്റ്റന്റ് മൗണ്ടൻസ് ദാറ്റ് അപ്പ് റിയർ ദേ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈസ്. ദൂരെ കാണുന്ന മലകൾ, അവ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്? സോളിഡ് ബാസ്റ്റൻസ് ആയിട്ട്. ബാസ്റ്റൻ എന്ന് പറഞ്ഞാൽ കോട്ടയുടെയൊക്കെ ഭിത്തി പോലെ വളരെ ഉറപ്പുള്ള ഒന്ന്.
അതായത് ദൂരെയുള്ള മലനിരകൾ ആകാശത്തിന്റെ ഉറപ്പുള്ള കോട്ടകൾ പോലെയാണ് നമുക്ക് തോന്നുക. അതിലൂടെ ഒരു വഴിയുണ്ടെന്ന് നമുക്ക് തോന്നുമോ? ഇല്ല, അതൊരു വലിയ മതിൽ പോലെ നമുക്ക് മുന്നിൽ നിൽക്കും. പക്ഷേ ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽസ് റൈസ്. ആ മലനിരകളിലൂടെയും വഴികളുണ്ട്, പാത്വേസ് ഉണ്ട്. പക്ഷെ ആ വഴികൾ എപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുക? ആസ് വി ടു ഹയർ ലെവൽസ് റൈസ്. നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് കയറുമ്പോഴാണ് ആ വഴികൾ തെളിഞ്ഞുവരുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വഴി കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കയറാൻ തുടങ്ങിയാൽ ഓരോ ചുവടും മുകളിലേക്ക് വെക്കുമ്പോൾ മുന്നോട്ടുള്ള വഴി പതിയെ പതിയെ നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ അങ്ങോട്ട് എങ്ങനെ എത്തുമെന്ന് നമുക്കൊരു പിടിയും കിട്ടില്ല. പക്ഷെ നമ്മൾ പരിശ്രമം തുടങ്ങിയാൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും അടുത്ത ഘട്ടത്തിലേക്കുള്ള വഴി നമുക്ക് മുന്നിൽ തുറന്നുവരും. ഇനി ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രശസ്തമായ വരികളിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. The heights by great men reached and kept were not attained by sudden flight. മഹാന്മാരായ ആളുകൾ എത്തിച്ചേർന്നതും നിലനിർത്തിയതുമായ ഉയരങ്ങൾ, ഗ്രേറ്റ് മെൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ, നേതാക്കൾ, കലാകാരന്മാർ, അങ്ങനെ ജീവിതത്തിൽ വലിയ വിജയം നേടിയ എല്ലാവരെയും ഉദ്ദേശിക്കാം. അവർ ആ ഉയരങ്ങളിൽ റീച്ച്ഡ് ചെയ്തു, അതായത് എത്തിച്ചേർന്നു. അതുമാത്രമല്ല, കെപ്റ്റ് ചെയ്തു, അതായത് അത് നിലനിർത്തി. അതും പ്രധാനമാണ്. വിജയം നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് നിലനിർത്തുന്നതും. അങ്ങനെയുള്ള ആ ഉയരങ്ങൾ അവരെങ്ങനെയാണ് നേടിയത്? വർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. ഒരു സഡൻ ഫ്ലൈറ്റിലൂടെ അല്ല, അതായത് പെട്ടെന്നൊരു ദിവസം ഭാഗ്യം കൊണ്ട് പറന്നുയർന്നതല്ല. പിന്നെ എങ്ങനെയാണ് അവർ ആ ഉയരങ്ങളിൽ എത്തിയത്? അവസാനത്തെ 2 വരികൾ അതിനുത്തരം നൽകുന്നു. ബട്ട് ദേ, വൈൽ ദിയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ്, വെർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. അവരുടെ കൂട്ടുകാർ ഉറങ്ങിക്കിടുന്നപ്പോൾ, വൈൽ ദിയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ്, അവർ രാത്രിയിൽ മുകളിലേക്ക് കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. എന്താണിതിന്റെ അർത്ഥം? മറ്റുള്ളവർ വിശ്രമിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വെറുതെ സമയം കളയുമ്പോഴും ഈ മഹാന്മാർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ടോയിലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക എന്നാണ്. ഇൻ ദ നൈറ്റ് എന്ന് പറഞ്ഞാൽ ആരും കാണാതെ രഹസ്യമായി എന്നുകൂടി അർത്ഥമുണ്ട്. അവർ അവരുടെ പ്രയത്നം ലോകത്തെ കാണിക്കാൻ വേണ്ടിയല്ല ചെയ്തത്. മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്തും അവർ ഉണർന്നിരുന്നു പരിശ്രമിച്ചു. ആ കഠിനാധ്വാനവും ത്യാഗവുമാണ് അവരെ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിച്ചത്. അല്ലാതെ ഒരു ഭാഗ്യമോ എളുപ്പവഴിയോ അല്ല. ഇപ്പോൾ മനസ്സിലായോ വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം എന്താണെന്ന്? അത് കഠിനാധ്വാനം, കഠിനാധ്വാനം, കഠിനാധ്വാനം മാത്രമാണ്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.